വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഒരുപാട് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേര് വിശേഷമൊക്കെ അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ സുഖമായിരിക്കുന്നു. അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പം വരുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി ലേറ്റ് ആയത്. ഇത് നമ്മൾ സാധാരണ കരിമീൻ പൊള്ളിച്ചതല്ല കേട്ടോ. ഇത് നമ്മുടെ കള്ള് ഷാപ്പിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു കരിമീൻ പൊള്ളിച്ചതാണ്. ശരിക്കും ഓതന്റിക് ആയിട്ട് ഉണ്ടാക്കുന്നതും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അത് വേണമെന്നുള്ളവർ പറഞ്ഞാൽ ഞാൻ അതിന്റെ വീഡിയോ പിന്നീട് ഇടാൻ കേട്ടോ. ഇതിപ്പോ കള്ളുഷാപ്പ് സ്റ്റൈലാണ്. സാധാരണ ആൾക്കാരെ മീൻ പൊള്ളിച്ചത് കാണിക്കുന്നത് മീനും എണ്ണയിൽ വറുത്തെടുക്കുന്ന കാണാം. അതുപോലെ തന്നെ മസാലയും എണ്ണയിൽ വഴറ്റിയാണ് എടുക്കുന്നത്. നമുക്കിവിടെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതിനായിട്ട് ഞങ്ങൾ ഇവിടെ 4 പേരുള്ളത് കൊണ്ട് തന്നെ ഞാൻ 4 കരിമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാ ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാനാണ്. അപ്പൊ 4 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 30-35 ചെറിയ ഉള്ളിയോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ 4 എണ്ണത്തിനുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അളവുകളെല്ലാം കൊടുത്തേക്കാം കേട്ടോ. ഒരു ഇഞ്ചി, ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അരച്ച പേസ്റ്റ് ഉണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ പച്ചമുളകാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഒരു 6 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 20 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനെല്ലാം അളന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ ആണേ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി 2 ടീസ്പൂൺ. ഇനി നമുക്ക് പുളിവെള്ളം വേണം. അപ്പൊ പുളിവെള്ളത്തിന് ഞാനിവിടെ നമ്മളെ കുടംപുളിയില്ലേ, അത് നന്നായിട്ട് തിളപ്പിച്ച് പിഴിഞ്ഞെടുത്ത് നീരെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കുടംപുളി ഇല്ലെങ്കിൽ വാളംപുളി തന്നെ പിഴിഞ്ഞെടുത്ത് അതിന്റെ നീര് ചേർത്ത് കൊടുത്താലും മതി. രണ്ടിനും 2 രുചിയായിരിക്കുവേ, 2 പുളിക്കും. അപ്പൊ ഇനി ഇതൊന്ന് ചതച്ചെടുത്ത് വരാം. നിങ്ങൾ ഇടികല്ലിൽ ചതച്ചെടുത്താലും മതി. അപ്പൊ അതാ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ മീനിൽ പുരട്ടി കൊടുക്കാം കേട്ടോ. മുഴുവനും ചേർക്കരുത്, കുറച്ച് ചേർത്തൊന്ന് പുരട്ടി കൊടുത്താൽ മതി. അപ്പൊ ഞാൻ നേരത്തെ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഉപ്പിടുമ്പോഴത്തേക്കും ഈ ചതക്ക എടുക്കില്ലേ, ആ സമയത്ത് തന്നെ അങ്ങ് ഉപ്പിട്ട് ചതച്ചെടുക്കണേ. ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇതാ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് നേരത്തെ മറന്നുപോയി. നിങ്ങൾ അതിൽ കൂടെ തന്നെ അങ്ങ് ചേർത്താൽ മതിയേ ഉപ്പ്. അപ്പൊ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു നുള്ളു ഉപ്പ് നമ്മുടെ ആ മസാലയിലും കൂടെ ചേർത്തൊന്ന് മസാല ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട്. അപ്പൊ ഇതാ ഇനി ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മീനിന്റെ ഉൾഭാഗത്തും വായ്ക്കുള്ളിലും അതുപോലെ തന്നെ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗത്തും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ തലേ ദിവസമേ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ഞാൻ ഒരു വാഴയില വാട്ടിയെടുത്ത് ഇതുപോലെ വെളിച്ചെണ്ണയൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്കി വന്ന ചതച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റ് അല്ല, ഒരു ചതച്ചെടുത്ത ആ ഉള്ളിയുടെ കൂട്ട്, അത് ദാ ഇതുപോലെ നമുക്ക് വാഴയിലയിൽ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് മുഴുവനായിട്ട് നമ്മൾ അരച്ചിട്ടില്ല, അരിഞ്ഞുമല്ല ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആണ്. നമ്മളിങ്ങനെ ചുട്ടെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ മുകളിലായിട്ട് നമുക്ക് മീൻ വെച്ചു കൊടുക്കാം. മീനിന്റെ മുകളിൽ വീണ്ടും നമുക്ക് കുറച്ച് മസാല കൂടെ വെച്ചു കൊടുക്കാം. പിന്നെ ഇതിന്റെ എല്ലാം അളവുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഇതിൽ പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും കാണേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പൊ അതാ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തേച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലൊന്ന് മടക്കി കെട്ടിയെടുക്കാം. ഞാനിവിടെ കെട്ടുന്നില്ല, കാരണം ഞാൻ ഗ്യാസിൽ നമ്മുടെ ഇരുമ്പ് കല്ലിൽ വെച്ചാണ് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കെട്ടുന്നില്ല, ഇങ്ങനെ അങ്ങ് ഇരുന്നുകൊള്ളും. നിങ്ങളൊന്ന് കെട്ടിയൊക്കെ വെച്ചാൽ അതിന് അതിൻ്റെതായ ഒരു ഭംഗിയായാലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. അതിൽ എണ്ണയോ ഒന്നും തടവിയിട്ടൊന്നും ഇല്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്കിനി ദോശക്കല്ലിൽ വെച്ച് തീയും ഫുൾ കുറച്ച് കേട്ടോ, ഫുൾ തീയും കുറച്ച് സിമ്മിൽ. എൻ്റെ ഈ 4 ബർണർ സ്റ്റൗവിൽ ഈ ബർണറാണ് ഏറ്റവും കുറഞ്ഞുള്ള തീ കിട്ടുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെച്ചിട്ട് ഇതിൽ ഏറ്റവും സിമ്മിലിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു സൈഡ്, ആദ്യത്തെ സൈഡ് ആയി വരാൻ ഒരു 15 മിനിറ്റോളം എടുക്കും. അപ്പൊ തീ കുറച്ച് വെച്ച്
വേണമെങ്കിൽ മൂടി വെക്കാം. മൂടി വെക്കുകയാണെങ്കിൽ നിങ്ങൾ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കണം കേട്ടോ. നേരത്തെ നമ്മൾ ഇല മൂടിയ സമയത്ത് ഞാൻ കറിവേപ്പില വെക്കാൻ വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്നെടുത്ത് കറിവേപ്പില ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ 15 മിനിറ്റ് ആയി. നമ്മളിതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നമ്മൾ ഈ കല്ലിൽ വെച്ച് ഒരു അല്പസമയം കഴിയുമ്പോൾ തന്നെ വീട് മുഴുവനും നല്ലൊരു മണം ഇങ്ങനെ വരും കേട്ടോ. നല്ല ഒരു നമുക്കിങ്ങനെ വായിൽ കൊതി വരുന്ന ടൈപ്പ് ഒരു മണം വരും. അപ്പൊ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് മതി കേട്ടോ. തീ കുറച്ച് തന്നെയാണ് വെക്കുന്നത്. അപ്പൊ ഞാൻ ബാക്കി ഇരുന്ന മീനും കൂടെ വാഴയിലയിൽ ഇതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻ റെഡിയായി. നല്ല അടിപൊളി മണമാണ്, ടേസ്റ്റും അതുപോലെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്കെടുത്ത് ഒന്ന് തുറന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് ഷാപ്പിലെ കറി ആയതുകൊണ്ട് തന്നെ അവര് നല്ല മുളക് പൊടിയും ചേർക്കാറുണ്ട് കേട്ടോ. അതൊരു 1-2 ടീസ്പൂണൊക്കെ അവര് ചേർക്കും. ഞാനിവിടെ മക്കൾക്കും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചേർത്തിട്ടില്ല. ഇത് തന്നെ അത്യാവശ്യം എരിവുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പൊ അതാ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പൊ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഉള്ളിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒരു പ്രത്യേക രുചി. അപ്പൊ ഇനി ഞാൻ ഒരു സ്പൂൺ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന്റെ പീസൊക്കെ വെന്തതൊക്കെ. കാരണം കൈ കൊണ്ട് തൊടാൻ പറ്റുന്നില്ല, നല്ല ചൂട്. അപ്പൊ അതാ സ്പൂൺ വെച്ച് ഒന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ആ പീസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇതിപ്പോ ഞാൻ 1 മണിക്കൂറോളം മീന് പുരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മീനിന്റെ ഉൾഭാഗത്തൊക്കെ നല്ല രീതിയിൽ ആ മസാല പിടിച്ചിട്ടുണ്ട്. ഒരു ജ്യൂസി ടൈപ്പാണ് മീന്. നമുക്കിങ്ങനെ വായിലിട്ടാൽ അലത്ത് പോകുന്ന ടൈപ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല ജ്യൂസിയാണ് മീന്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലെ ഫ്ലേവറുകളെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇല്ലാതെ തന്നെ ഇതിന്റെ അരപ്പുണ്ടല്ലോ, നമ്മൾ ആ മുകളിൽ തേച്ച് വെച്ച മസാല, ആ മസാലയ്ക്ക് തന്നെ ഒരു നല്ല പുളിപ്പും ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ പുളിവെള്ളം ചേർത്തത് കൊണ്ടാണ്. അപ്പൊ പുളിവെള്ളം ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുടംപുളി ഇല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് അതിന്റെ നീര് ചേർത്താലും മതി. അപ്പൊ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.